ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ടീനേജേഴ്സിനെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി ബിരിയാണി വ്ലോഗുമായിട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ആവശ്യമുള്ള അരി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 1.5 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ച് കഴുകണം കേട്ടോ ഗൈസ്. ഇതിപ്പോൾ 2 പേർക്ക് 2 നേരം കഴിക്കാനുള്ള തരം ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവോള, ഞാനിവിടെ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ സവോള എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകി അത് പൊളിച്ചെടുക്കണം. സവാള നല്ലോണം അരിഞ്ഞെടുക്കണം കേട്ടോ. സവാള അരിയാൻ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ ചോപ്പറിലിട്ടാണ് സവാള അരിഞ്ഞെടുത്തത്. പക്ഷേ ശരിക്കും സവാള അങ്ങനെയല്ല അരിയേണ്ടത്, നീട്ടത്തിലാണ് അരിയേണ്ടത്. അപ്പം ഞാനൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചോപ്പറിൻ്റെ അകത്തോട്ടിട്ട് അടിച്ചെടുക്കോട്ടെ ചെയ്ത് ഗൈസ്. നമ്മൾ സവാള ചോപ്പറിലാക്കി എന്നിട്ട് നല്ലോണം അടിച്ചെടുത്തു. പിന്നെ നമ്മൾ ആവശ്യമുള്ള മസാലയൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും മസാലയാണ് എടുത്തത്: മുളക് പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാല, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി. അതുപോലെ തന്നെ നമ്മൾ ക്യാരറ്റും അരിഞ്ഞിട്ട് ചോപ്പറിൻ്റെ അകത്തിട്ട് അരിഞ്ഞെടുത്തു ഗൈസ്. പിന്നെ പച്ചമുളക് ഞാൻ ബിരിയാണിക്ക് ഇടാനല്ല, സാലഡിന് ഇടാനായിരുന്നു. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട് ഗൈസ്, 2 മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു. 2 മുട്ട പൊട്ടിച്ചു പ്ലേറ്റിലാക്കി മാറ്റി വെച്ചു. ഇനി അതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അത് മിക്സ് ചെയ്ത് വെക്കണം. ആ ഒരു മഞ്ഞ കളർ ഇങ്ങനെ ഇരിക്കരുത്, അതുപോലെ നല്ലോണം മിക്സ് ആക്കണം. ഇനി നമുക്ക് അപ്പോഴേക്കും അരിയൊക്കെ വെന്ത് കിട്ടിയിരുന്നു. ഇതാണ് നമ്മളുടെ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് സ്റ്റൗ കത്തിച്ച് അതിലേക്ക് വെക്കണം. അതിലേക്ക് ആവശ്യമുള്ളത്ര എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എപ്പോഴും ഞാൻ എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത്. എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഈ നെയ്യ് ഒഴിച്ചപ്പോഴായിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നമ്മളതിലേക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തു. കാഷ്യൂനട്ട് ആദ്യമേ നെയ്യിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കണം. ഇതൊന്നും നിർബന്ധമല്ല കേട്ടോ ഗൈസ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി. ഇതിപ്പോൾ ഞങ്ങൾ ഉള്ളതുകൊണ്ട് എടുത്ത് ഇട്ടതേ ഉള്ളൂ. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് കാഷ്യൂനട്ട് ഇടാം. മുന്തിരിങ്ങയും വേണമെങ്കിൽ ഇടാം. മുന്തിരിങ്ങ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വറുക്കാനുള്ള മടി കാരണം ഞങ്ങൾ പിന്നെ ഇട്ടില്ല. പിന്നെ നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരുന്ന സവോള ആദ്യമേ ആ നെയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അത് നല്ലോണം ഒന്ന് വഴണ്ട് വരുന്ന വരെ അതിനെ ഇളക്കി കൊടുക്കണം. സവോള വഴട്ടുമ്പോൾ അതിനകത്ത് ഇച്ചിരി ഉപ്പിടാൻ മറന്നു പോലെ. കുറച്ച് ഉപ്പിട്ടാൽ അത് പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ക്യാരറ്റ് അതിലേക്ക് ഇടണം. ഇത് രണ്ടും കൂടെ നല്ലോണം നമ്മൾ ഇളക്കി ഒരു വഴറ്റിയ പോലെ ആക്കണം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മസാല കൂട്ടുകളെല്ലാം കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ആ മസാല എല്ലാം അതിൽ ആവുന്ന വിധം നല്ലോണം അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുക്ക് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു 15 മിനിറ്റൊക്കെ ആട്ടോ ഗൈസ് എടുക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുട്ടയും കൂടെ അതിലേക്ക് ഇടണം. ഇതിന് നല്ലോണം ഒരു മിക്സ്ചർ പോലെ ആക്കണം. അപ്പോഴേക്കും ഞാനവിടെ സലാഡ് ഉണ്ടാക്കുന്ന തൈര് എടുത്തിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര തൈര് നിങ്ങൾ എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയുടെ ബാക്കിയും ക്യാരറ്റും പച്ചമുളകും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന അരിയിലോട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മിക്സ്ചർ പകുതി അരി മാറ്റി വെച്ചിട്ട് നടുക്കോട്ട് ഇട്ട് കൊടുക്കണം. അതെല്ലാം അതിലേക്കൊന്നാവുന്ന വരെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന മറ്റേ പകുതിയും കൂടി ഇങ്ങോട്ടേക്ക് ഇടണം. ഗൈസ്, ഇത് മൊത്തം ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ടും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തു. ഇനി ഇത് നല്ലോണം മിക്സ് ആക്കണം. അപ്പോഴേക്കും നമ്മളിവിടെ വാഴയില വാട്ടുന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വാഴയില കഴിക്കുമ്പോൾ ടേസ്റ്റ് വേറെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മളിന്ന് വാഴയില കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വാഴയില എടുത്തു. ഇത് വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ വാഴയിലൊക്കെ വാട്ടിക്കളഞ്ഞു. പിന്നെ നമ്മൾ അതൊന്ന് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി. ഇനി നമ്മൾ പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു. പപ്പടം അമ്മൂമ്മേനെ കൊണ്ടാണ് വറപ്പിച്ചത്. എനിക്ക് പപ്പടം വറക്കുന്ന സീൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നിങ്ങളും ബിരിയാണി ഫാൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരുന്ന വാഴയിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ബിരിയാണിയൊക്കെ വിളമ്പുവാണ്. ബിരിയാണി
സാലഡും പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാങ്ങ അച്ചാർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മാങ്ങ അച്ചാറും ഇട്ടു. ഇതിപ്പം ഉച്ച സമയത്താട്ടോ നമ്മളിത് ഉണ്ടാക്കിയതുകൊണ്ട് നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു 12 മണിക്ക് ശരിക്കും ഇതെല്ലാം കൂടെ ഉണ്ടാക്കി തീരാൻ 1 മണിക്കൂർ മതി കേട്ടോ ഗൈസ്. 12 മണിക്ക് നമ്മൾ ഉണ്ടാക്കാൻ കയറി. കറക്റ്റ് 1 മണി ആയപ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞിരുന്നു. 1 മണി പോലും വേണ്ട, അത് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പാത്രം കഴിക്കുന്ന സമയം അതും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 1 മണി ആയത്. നമ്മൾ സാലഡ്, മാങ്ങാച്ചാർ, അതുപോലെ നമ്മൾ കാച്ചി വെച്ചിരുന്ന പപ്പടം എടുത്ത് വെച്ചിട്ടോ ഗൈസ്.